നമസ്കാരം വിദ്യാർത്ഥികളെ. നമുക്ക് ഫിസിക്സുമായി ബന്ധപ്പെട്ട ചില മാത്സ് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്സ് മനസ്സിലാക്കുന്നതിന്. അതിൽ ആവറേജിനെ കുറിച്ച് നമുക്ക് ചെറിയ അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം. എന്താണ് ആവറേജ് എന്നൊരു ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ആദ്യമായിട്ട് ആവറേജ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമുക്ക് സ്കൂളിലൊക്കെ പറയാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ധാരണ? ആ കുട്ടിയെക്കുറിച്ച് ഏറ്റവും നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥി എന്നാണോ, അത് ഏറ്റവും മോശമായ വിദ്യാർത്ഥി എന്നാണോ? ഒരു ആവറേജ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക അവനൊരു ആവറേജ് സ്റ്റുഡൻ്റ്. തോമസ് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞു. തോമസ് ആ ക്ലാസ്സിൽ ഏറ്റവും നല്ല പഠിക്കുന്ന വിദ്യാർത്ഥി എന്നാണോ? അല്ലല്ലോ. അതുപോലെ ഏറ്റവും മോശമായ വിദ്യാർത്ഥി എന്നാണോ? അല്ല. അതായത് 100-ൽ പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ 0 മാർക്ക് കിട്ടിയതിനല്ല ആവറേജ് സ്റ്റുഡൻറ്. അല്ലെങ്കിൽ 100-ൽ 100 പഠിച്ച സ്റ്റുഡൻ്റ് അല്ല ആവറേജ് സ്റ്റുഡൻറ് അല്ലേ? ആ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിഡിലിൽ ഒരു മാർക്കുള്ള മാർക്കാണ് എന്ത് പറയുക എപ്പോഴും ആവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവറേജിൻ്റെ ഉപയോഗം വളരെ അധികം നമ്മുടെ ഫിസിക്സിൽ ഉപയോഗമുണ്ട്. അപ്പോൾ നമ്മൾ ആവറേജ് വെലോസിറ്റി, അതുപോലെ ആവറേജ് ആക്സിലറേഷൻ, ഇതൊക്കെ നമ്മൾ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ആവറേജാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ വളരെ ആഴത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ത് ഈ ആവറേജ് എന്ന ആശയം. ആ ആശയത്തിലാണ് ഇമ്പോർട്ടൻ്റ്. മധ്യത്തിലുള്ള എന്നാണ് അർത്ഥം. മധ്യത്തിലുള്ള എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർന്നതുമല്ല ഏറ്റവും താഴ്ന്നതുമല്ല എന്നർത്ഥം. നടുവിലുള്ളത് എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പോൾ നോക്കുക. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് അവിടെ എൻ്റെ അധ്യാപികയായിട്ടുണ്ടായിരുന്നത് അവിടുത്തെ മദർ സിസ്റ്റർ ആയിരുന്നു. ഞാൻ്റെ ഒരു കോൺവെൻറ്റിലാണ് പഠിച്ചത്. അപ്പം മദർ സിസ്റ്റർ ആയിരുന്നു ഞങ്ങളെ 2ാം ക്ലാസ് അധ്യാപിക. അപ്പോൾ അധ്യാപിക ഒരു രസമുണ്ട്. ഞങ്ങൾക്ക് ഈ തിന്നാനായിട്ട് നെല്ലിക്ക, ചീമ നെല്ലിക്ക ഒക്കെ കൊണ്ടുവരും. അപ്പോൾ എല്ലാവർക്കും സാധാരണ ടീച്ചർമാർ കൊടുക്കുക എങ്ങനെയാ? എല്ലാവർക്കും എണ്ണം തുല്യമായിട്ട് വിധിച്ചു കൊടുക്കും അല്ലേ? ഇപ്പോൾ ഒരു 100 നെല്ലിക്ക വന്നാൽ എല്ലാ പിള്ളേർക്കും 2 ഈശ കൊടുക്കും. ഇങ്ങനെയാണ് സാധാരണ ടീച്ചർമാർ ചെയ്യുക. ഈ മദർ സിസ്റ്റർ അങ്ങനെ എല്ലാവരും വിളിക്കും, മുകളിലേക്ക് കയറി എന്നിട്ട് പറക്കിയെടുത്തോളം പറയും. അപ്പം എല്ലാവരും കൂടിയിട്ട് ഓടിപ്പോയിട്ട് ഇനി കൂടി പറക്കും. ഇതാണ് ആ ടീച്ചറുടെ ഒരു രീതിയായിരുന്നു. അപ്പം അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. കാരണം ഒരു രസം എല്ലാവർക്കും ഒരു കളി പോലെ തോന്നും. പക്ഷെ അതിലെന്ന് മിടുക്കന്മാർക്ക് കുറേ എണ്ണം കിട്ടും, ചിലവർക്ക് ഒന്നും കിട്ടില്ലേ. അതായിരുന്നു അന്നത്തെ രീതി. അപ്പോൾ ഒരിക്കൽ ചീമന്തിൻ്റെക്ക് വന്നിട്ട് ടീച്ചറെ ഒരു സിസ്റ്റർ മോൾ ഇട്ടപ്പോൾ കുറച്ച് പെൺകുട്ടികൾക്ക് കിട്ടിയില്ലേ. അപ്പോൾ അവർ ഭയങ്കര കരച്ചിലായി. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഇടി ഇങ്ങനെ തല്ലുടി പഠിക്കാനുള്ള കഴിവില്ല. അതാണ് കാരണം. അപ്പോൾ ടീച്ചർ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ തിരിച്ച് എല്ലാം നെല്ലിക്കും മേടിച്ച് എല്ലാവരും തുല്യമായിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ 50 കുട്ടികളാണെന്ന് ഞങ്ങളുടെ 2ാം ക്ലാസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും തുല്യമായി കൊടുത്തപ്പോൾ 2 വീതം ഒരു കുട്ടി കിട്ടി. എത്ര കിട്ടിയത്? 2 വീതം. അപ്പോൾ ആകെ 50 ക്ലാസ്സിലുള്ള കുട്ടികൾ ഇതായിരുന്നു. എത്ര കുട്ടികളുണ്ടായിരുന്ന ക്ലാസ്സിൽ? 50. ഒരു കുട്ടി കിട്ടിയ എത്ര? അത് തുല്യമായി വീതിച്ചപ്പോൾ 2. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര നെല്ലിക്കയാണ് നമ്മുടെ ക്ലാസ് ടീച്ചറായ മദർ സിസ്റ്റർ കൊണ്ടുവന്നത്? എത്രയാണ്? 100 നെല്ലിക്കയാണ് എന്ത് മദർ സിസ്റ്റർ കൊണ്ടുവന്നു. ഉറപ്പല്ലേ? അപ്പൊ എല്ലാവർക്കും തുല്യമായി കൊടുത്തപ്പോൾ ഒരാൾ കിട്ടിയ എത്രയാ? 2. ഈ 2-നെ നമ്മൾ ആവറേജ് എന്ന് പറയും. എന്താ പറയാ? ആവറേജ്. അപ്പൊ ആവറേജിന് മറ്റൊരു അർത്ഥമുണ്ട്. നമുക്ക് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, ഇതിൽ 50 വിദ്യാർത്ഥികൾ ആണ്. അപ്പൊ എണ്ണം 50 ആണ്. കൊണ്ടുവന്ന നെല്ലിക്ക എത്രയാണ്? 100. അപ്പോൾ 100 നെല്ലിക്കയുടെ ആവറേജ് ഒരു വിതരണം ചെയ്യുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് കിട്ടുന്ന ആവറേജ് നെല്ലിക്ക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മൊത്തം നെല്ലിക്കയെ എന്ത് ചെയ്യുക? എണ്ണം കൊണ്ട് ഹരിക്കുക. 50 പേരല്ലേ? അപ്പോൾ 100-നെ 50 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? 2. ഈ 2-നെയാണ് നമ്മൾ ആവറേജ് എന്ന് വിളിക്കുക. അപ്പോൾ കുട്ടികൾ
കുട്ടികൾ 50, നെല്ലിക്ക 100 എണ്ണം. അപ്പൊ കുട്ടികൾ എത്രയാണ്? 50. നമ്പർ എണ്ണം അല്ലേ ഇത്. അപ്പോ നെല്ലിക്ക എത്ര എണ്ണം വിതരണം ചെയ്തത്? 100 എണ്ണം അല്ലേ. അപ്പോ ഒരു കുട്ടിക്ക് കിട്ടിയ നെല്ലിക്ക, ഒരു കുട്ടിക്കുള്ള നെല്ലിക്ക എത്രയാണത്? 100/50 സമം 2 അല്ലേ. 2 നെല്ലിക്കയാണ് എന്ത് ഒരു കുട്ടിക്ക് കിട്ടുക അല്ലേ. അപ്പൊ ആവറേജ് ഒരു കുട്ടിക്ക് കിട്ടിയ ആവറേജ് നെല്ലിക്ക എത്രയാന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം? നമ്മൾ 2 എന്ന് പറയണം. എന്താണ് പറയാ? 2 എന്ന് പറയണം. ഓക്കെ. കുട്ടിക്കുള്ള ശരാശരി നെല്ലിക്ക 2. ഇപ്പൊ ശരാശരി നെല്ലിക്ക കിട്ടാനായിട്ട് എന്താ ചെയ്തത്? ആകെ നെല്ലിക്കയെ ആകെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിച്ച് നമ്മൾ ശരാശരി കണ്ടുപിടിക്കും. എങ്ങനെയാണ് ശരാശരി മാർക്കും കണ്ടുപിടിക്കുക? ഇപ്പൊ 50 കുട്ടികളുടെ മാർക്കിന്റെ ശരാശരി എടുത്ത് അതിൽ നിന്ന് ഒരു ശരാശരി ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരുടെ മാർക്കും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടിച്ചേർത്തിട്ട് അതിനെ ആകെ 50 പേരല്ലേ ഉള്ളത്, അതുകൊണ്ട് 50 കൊണ്ട് ഹരിച്ചാൽ ശരാശരി ഒരു കുട്ടിയുടെ മാർക്ക് കിട്ടും. അപ്പോൾ അത് ശരാശരി മാർക്കാണ്, അതൊരു മധ്യത്തിലുള്ള മാർക്കാണ്. മധ്യത്തിലുള്ള മാർക്കാണോ എന്ന് പലരും സംശയം വരും. അപ്പൊ ഇതിൽ നോക്കുക, നേരത്തെ പറഞ്ഞ കണക്കിൽ ഒരു കുട്ടിക്ക് കിട്ടിയ നെല്ലിക്ക് 2 ആണെങ്കിൽ ആകെ കുട്ടികൾക്ക് ആകെ കൊണ്ടുവന്ന നെല്ലിക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരാൾക്ക് കിട്ടിയ നെല്ലിക്കാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് അല്ലേ. ആവറേജ് നെല്ലിക്ക് 2 എന്ന് പറയുമ്പോൾ ഒരാൾക്ക് കിട്ടിയ നെല്ലിക്ക് 2 എന്നുവെച്ചാൽ എല്ലാവർക്കും കിട്ടിയുള്ള നെല്ലിക്ക എത്രയാ? എല്ലാവർക്കും 2 വീതം കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പൊ 50 പേർക്ക് ആകെ നെല്ലിക്ക കിട്ടാൻ 50 2 കണ്ടാ പോരെ. അപ്പൊ അതായത് ആവറേജിനെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ ടോട്ടൽ ആയിട്ടുള്ളത് കിട്ടും എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ആവറേജ് പറഞ്ഞാൽ തുല്യമായിട്ട് വീതിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നതാണ് വേണമെങ്കിൽ എന്നും പറയാം. അതൊന്നും കൂടി നമ്മൾ വിശദമാക്കി തരാം. അങ്ങനെ തുല്യമായിട്ട് വീതിക്കുമ്പോൾ മിഡിലുള്ള വാല്യൂ ആണ് കിട്ടുക, മധ്യത്തിലുള്ള വാല്യൂ ആണ് കിട്ടുക. സംശയം തീർക്കാനായി ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിന് ഒരു ചെറിയ നമ്പറുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം പിടികിട്ടും. ഇപ്പോൾ നമ്മുടെ മദർ സിസ്റ്റർ 3 പെൺകുട്ടികളെ വിളിച്ചു. അവർക്ക് പറഞ്ഞു നിങ്ങൾ കറിയെ നെല്ലിക്കിടാം എന്ന് പറഞ്ഞിട്ട് ടീച്ചർ കുറച്ച് നെല്ലിക്ക, ഒരു പിടി നെല്ലിക്ക എടുത്തിട്ട് മുകളിലേക്ക് ഇട്ടു. അപ്പോൾ കിട്ടിയത് അവർ പിള്ളേരെല്ലാം ഓടിക്കൂടി പറക്കി കൂട്ടി ഓരോരുത്തരും കിട്ടിയത് കാണിച്ചു. അപ്പോൾ കാണിച്ചപ്പോൾ എന്നൊരു കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് 6 എന്ന കുട്ടിക്ക് 6 എണ്ണം, ബി എന്ന കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് 8 എണ്ണം, സി എന്ന കുട്ടികൾക്ക് 10 എണ്ണം കിട്ടി. നെല്ലിക്കയാണ് കേട്ടോ. നെല്ലിക്ക എന്ന പെൺകുട്ടിയും ബി എന്ന സി പെൺകുട്ടിക്കാണ് എതിർത്തത്. അപ്പോൾ ഇവർക്ക് ടീച്ചർ ഇങ്ങനെ മുകളിലേക്ക് ഇട്ട് നിലത്ത് കൊണ്ടപ്പോൾ എല്ലാവരും ഓടിക്കൂടി എടുത്തു. അപ്പോൾ ആകെ എത്ര നെല്ലിക്കൻ്റെ? ആകെ നെല്ലിക്ക എത്രയാ? ഇതിൽ എത്രയാ? 8 14 10 24 എണ്ണം അല്ലേ. സംശയമില്ലല്ലോ, 24 എണ്ണമാണല്ലോ, 3 പേരുള്ളത് അല്ലേ. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഇട്ടപ്പോൾ ഇവർക്ക് തുല്യമായിട്ടാണോ നെല്ലിക്ക കിട്ടിയത്? അല്ല അല്ലേ. ഇപ്പൊ ഈ 3 പേരുടെ ആവറേജ് നെല്ലിക്ക എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം ശരിക്കും വരേണ്ടത്? അതായത് തുല്യമായി വിധിച്ചിരുന്നെങ്കിൽ എങ്ങനെയാണ് ഓരോരുത്തരും കിട്ടുന്നത്? തുല്യമായി വിധിച്ചാൽ എല്ലാവർക്കും 8 കിട്ടുമോ? ആകെ 24 അല്ലേ, കിട്ടില്ല അല്ലേ. തുല്യമായി വിധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും 8 കിട്ടുമോ? ഇല്ല. എല്ലാവർക്കും 10 കിട്ടുമോ? ഇല്ല. എല്ലാവർക്കും 6 കിട്ടിയാൽ എല്ലാവർക്കും ഉറക്കും, ബാക്കി ശേഷിക്കും അല്ലേ. അപ്പൊ തുല്യമായി എങ്ങനെയാണ് ഇതിനെ വീതിക്കുക എന്നാണ് ചോദ്യം. നമുക്ക് തുല്യമായി വിരിക്കുമ്പോൾ ഒന്ന് നമുക്ക് ആകെ രണ്ടാമത് ഇവരെ എല്ലാവരും മേടിച്ചിട്ട് നമ്മൾ ഈക്വലായിട്ട് വിരിക്കണം അല്ലേ.
എല്ലാവരും തുല്യമായി വിധിക്കുന്നത് വാശി പിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ നെല്ലിക്കനെ എല്ലാവരും കൂടി മേടിക്കുക. അപ്പോൾ എല്ലാവരും തിരിച്ച് മേടിക്കുമ്പോൾ എല്ലാവരും കൂട്ടുക. എന്നിട്ട് അപ്പം എത്ര കിട്ടും? 24. എന്നിട്ട് എന്ത് ചെയ്യും? മൂന്നാളും തുല്യമായി വിധിക്കുമ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? 24 ഹരണം 3 എത്ര കിട്ടുക? 8 അല്ലേ? അപ്പൊ അത് ശരിക്കും അപ്പൊ തുല്യമായി വിധിച്ചാൽ കിട്ടുന്നത് ഇപ്പോൾ 8ആണ്. അപ്പൊ ആവറേജ് എത്ര എന്ന് പറയും നമ്മള്? അപ്പൊ ആവറേജ് നെല്ലിക്ക എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് 24 ഹരണം 3 പേരാണ്. അപ്പോൾ ഒരു കുട്ടി കിട്ടുക 8 എണ്ണമാണ് കിട്ടുക അല്ലേ? 8 എണ്ണം നെല്ലിക്കയാണ് എന്തായിട്ട് വരിക? ആവറേജ് നെല്ലിക്കയായിട്ട് വരിക അല്ലേ? അപ്പോൾ ഈ ഒരു കുട്ടിക്ക് തുല്യമായി വിധിക്കുമ്പോൾ ഒരു കുട്ടി കിട്ടുന്ന 8 അല്ലേ? അപ്പോൾ 3 പേർക്ക് അറ്റീച്ച കിട്ടുകയാണെങ്കിൽ 3/24 മൊത്തം നെല്ലിക്ക. അപ്പോൾ ആവറേജിനെ എണ്ണം കൊണ്ട് ഗുണിക്കുക എന്ത് കിട്ടുമെന്ന് മനസ്സിലായി നമുക്ക്? മൊത്തം കിട്ടും. മനസ്സിലായില്ലേ? മൊത്തം കിട്ടുന്ന ഒരു സത്യം മനസ്സിലായില്ലേ? അത് മനസ്സിൽ ഉറപ്പിക്കണം. നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ആവറേജ് എന്ന് വെച്ചാൽ തുല്യമായി വിധിക്കുകയാണെങ്കിൽ കിട്ടുന്നതാണ്. അതിന് മൊത്തം എണ്ണത്തെ, മൊത്തം തുകയെ, മൊത്തം സാധനത്തെ വീഴിക്കപ്പെടേണ്ട ആളുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ഇതാണ് അതിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അപ്പോൾ തുല്യമായി വിഭജിക്കുമ്പോൾ, വിതരണം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആവറേജ്. മനസ്സിലായി? അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞെന്തെന്ന്, മിഡിൽ വരുന്ന വാല്യൂ ആണ് ആവറേജ് എന്ന് പറഞ്ഞില്ലേ? തുല്യമായി വീതിച്ച് 8ആണ്. ഇതിൽ മിഡിൽ വരുന്ന വാല്യൂ എന്താ? 8ആണ് അല്ലേ? ഇതില് ഏറ്റവും കൂടുതൽ അല്ല 8, ഏറ്റവും കൂടുതൽ 10, ഏറ്റവും കുറവ് 8. മിഡിൽ വരുന്ന എത്രയാ? ഏറ്റവും കുറവ് 6, മിഡിൽ വരുന്ന എത്രയാ? 8. അപ്പോ 8 തന്നെയല്ലേ ആവറേജ് എന്ന് പറയുന്നത്? മിഡിൽ വരുന്നതല്ലേ? കാരണം അപ്പോ ആവറേജ് തുല്യമായി വിരിച്ചാൽ കിട്ടുന്ന തുകയാണ്. അത് മിഡിൽ വരുന്നതും ആയിരിക്കും. ഇതിന് വേറെ എളുപ്പവഴിയുണ്ട് ഇത് കണ്ടുപിടിക്കുക. എപ്പോഴാണ് തുല്യമല്ലാതെ വരുന്നത്? ചിലവർക്ക് കൂടുതലും ചിലവർക്ക് കുറവും വരുമ്പോഴാണ് എന്ത് വരിക? നമുക്ക് തുല്യമല്ലാതെ വരിക അല്ലേ? ഇത് ആവറേജ് അല്ല. ഇപ്പൊ കിട്ടിയത് ആവറേജ് അല്ല എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് അല്ലല്ലോ? അല്ല. കാരണം എന്താ? പലർക്കും പലതാ. തുല്യമായി കിട്ടാത്തത് കൊണ്ട്. എന്തുകൊണ്ടാണ് തുല്യമായി കിട്ടാഞ്ഞ്? ചിലർക്ക് കൂടുതൽ കിട്ടി, ചിലർക്ക് കുറവ് കിട്ടി. തുല്യമാക്കിയാൽ നമുക്ക് ആവറേജ് കിട്ടും. എങ്ങനെയത്? കൂടുതലുള്ളവന് കുറവുള്ളവർക്ക് കൊടുക്കുക അല്ലേ? അപ്പൊ ഇതില് കുറവുള്ളവന് 6 കുറവുള്ളവനാ, 10 കൂടുതലുള്ളവനാ. അപ്പൊ എന്താ ചെയ്യുക? ഇവന് 2 കുറവാ, ഇവന് 2 മിഡിലിന് ഇപ്പൊ കൂടുതലും കുറവില്ല, അങ്ങനെയല്ലേ വരിക? അപ്പൊ അധികമുള്ളവന് അല്ലേ? കൂടുതലുള്ളവന് മിഡിലിനേക്കാളും കൂടുതലായിരിക്കും, കുറവുള്ളവന് മിഡിലിനേക്കാളും കുറവായിരിക്കും. അപ്പൊ എന്ത്? ഇതിന് 2 വെച്ചുകൊണ്ട് കൊടുത്താൽ പോരെ? അപ്പൊ എല്ലാവരും തുല്യമായില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാല് തുല്യമായി വീതിക്കുമ്പോ വരുന്നതല്ലേ? അപ്പൊ മിഡിലത്തെ തുല്യമായി വീതിക്കുമ്പോൾ മിഡിലത്തെ സംഖ്യയല്ലേ ആവറേജ് വരിക? എല്ലാവർക്കും തുല്യമാകുമ്പോൾ മിഡിലത്തെ വാല്യൂ അല്ലേ വരിക? അപ്പോ ആവറേജ് പറഞ്ഞാൽ മിഡിലത്തെ വാല്യൂ ആണ് എന്ന് പറയാം. പിന്നെന്തും പറയാം, അത് ടോട്ടലിനെ തുല്യമായി വീതിക്കുമ്പോൾ വരുന്ന സംഖ്യയാണെന്നും പറയാം. എന്ന് വെച്ചാൽ ടോട്ടലിനെ ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണെന്നും പറയാം. അപ്പൊ അതിനെന്തൊരു പറ്റും? ആവറേജ് അറിഞ്ഞ ടോട്ടൽ കണ്ടുപിടിക്കാം. തുല്യമായിട്ട് മിഡിലിൽ വരുന്നതാണ്, തുല്യമായി വിധിക്കുമ്പോൾ വരുന്നതാണ്. തുല്യമായി വിധിക്ക് വരുമ്പോൾ എന്ന് പറയുമ്പോൾ മൊത്തം കണ്ടുപിടിക്കാൻ ആ ആവറേജിനെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മൊത്തം കിട്ടില്ലേ? അപ്പോൾ അതാണ് 2 കാര്യമാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. മനസ്സിലായോ? അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കാൻ ചെയ്യണ്ട. ഇതിന്റെ അടിക്കലത്തെ 8ആണ് കിടക്കുന്നത്. ഇതിനെ 2 കൂടുതലാണ്, ഇപ്പുറത്ത് 2 കുറവാണ്. അപ്പൊ ഇതിനെ 2 മേടിക്കുക അല്ലേ? ഇതിനെ 2 കുറയ്ക്കുമ്പോൾ 8 ആക്കുക. അതുണ്ടായില്ലേ? ഇതിന് 2 - 2 വരുമ്പോൾ 8 ആയി, ഇതിന് +2 വരുമ്പോൾ 8 ആയി. അപ്പൊ മിഡിൽ സംഖ്യ ഒന്നുമില്ല, എല്ലാം 8 വന്നില്ലേ? ആവറേജ് മിഡിൽ സംഖ്യ ഒന്നുമില്ലേ? അപ്പൊ അത് അപ്പോഴും തുല്യമായിട്ട് വിധിച്ചില്ലേ? അതെല്ലാവരും കൂട്ടിയിട്ട് ഹരിച്ചാലും തുല്യമായിട്ട് വിധിച്ചു ഇല്ലേ? അപ്പൊ 2 ഒന്ന് തന്നെയാണത്. മനസ്സിലായ? അപ്പൊ ആവറേജ് എന്നുള്ളത് നടുക്കിൽ സംഖ്യയാണ്, തുല്യമായി വിധിക്കുമ്പോൾ വരുന്നതാണ്. അപ്പൊ തുല്യമായി വിധിക്കുമ്പോൾ വരുന്ന സംഖ്യ ആയതുകൊണ്ട് ആ സംഖ്യേനെ മൊത്തം എണ്ണം കൊണ്ട് ഹരിച്ച ടോട്ടൽ എണ്ണം കിട്ടും ഇല്ലേ? ഉറപ്പായില്ലോ? ഈ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പൊ
ഇപ്പൊ നോക്കുക, ഇതിന്റെ അപ്ലിക്കേഷൻ ഫിസിക്സിലുണ്ട്. ഫിസിക്സിൽ എങ്ങനെ അപ്ലിക്കേഷൻ വരിക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നിങ്ങൾ വെലോസിറ്റിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? വെലോസിറ്റിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? എന്താണ് വെലോസിറ്റി? ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് വെലോസിറ്റി എന്ന് വെച്ചാൽ, വാസ്തവം പറഞ്ഞാൽ ഇതെന്താണ്, അതെങ്ങനെ കണ്ടുപിടിക്കാൻ വെച്ചാൽ മൊത്തം സഞ്ചരിച്ച ദൂരം മീൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അർത്ഥം. അതിനെടുത്ത സമയം, ടൈം ടേക്കൺ ഫോർ ഇറ്റ്. അപ്പൊ മൊത്തം സഞ്ചരിച്ച ദൂരത്തെ അതിനെടുത്ത സമയം കൊണ്ട് ഹരിച്ചാൽ എന്ന് പറഞ്ഞാൽ, ആകെ ഡിസ്റ്റൻസിനെ ആകെ ടൈം കൊണ്ട് ഹരിച്ചാൽ ആവറേജ് ഒരു സെക്കൻഡിലുള്ളത് ദൂരത്തിൽ കിട്ടുക. അതാണ് എന്ത് വെലോസിറ്റി. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ നോക്കുക. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് മൊത്തം സഞ്ചരിച്ച ദൂരം നമ്മൾ നോക്കുക. 500 മീറ്റർ സഞ്ചരിക്കുക. 500 മീറ്റർ. ടൈം അതിനെ ഇതിന് ട്രാവലിന്റെ എസ് എന്ന് കൊണ്ട് സൂചിപ്പിക്കട്ട. ടൈം ടേക്കൺ ഫോർ ദാറ്റ്, അതിന് വേണ്ട എടുത്ത സമയം ടി എന്നുള്ളത് 10 സെക്കൻഡ്. 10 സെക്കൻഡാണ് എന്ത്, അതിന് 10 സെക്കൻഡ്സ് എടുത്തതിന് 500 മീറ്റർ കവർ ചെയ്യാൻ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അതിനെടുത്ത സമയം എത്രയാണ്? 10 സെക്കൻഡ് അല്ലേ? അപ്പൊ നമ്മൾ ആവറേജ് ഒരു സെക്കൻഡ് സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞ് എങ്ങനെ കണ്ടുപിടിക്കുക? 10 സെക്കൻഡ് സഞ്ചരിച്ച ദൂരമാണ് ടോട്ടൽ ദൂരമാണ് എന്ത്, 500 മീറ്റർ. അപ്പൊ തുല്യമായി വിരിച്ചാൽ പോരെ? തുല്യമായിട്ട് വിരിച്ചാൽ പോരെ ഒരു സെക്കൻഡ് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ? അപ്പൊ എന്താ കിട്ടുക? ആവറേജ് ഒരു സെക്കൻഡ് സഞ്ചരിച്ച ദൂരല്ലേ? ആവറേജിലുണ്ട്. ടോട്ടലിനെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് എന്താണ് ആവറേജ്? ഇതാണ് കിട്ടുക എന്ന് പഠിച്ചു നമ്മൾ. അപ്പൊ ഈ കേസിൽ ആവറേജ് ഒരു സെക്കൻഡില് സഞ്ചരിച്ച ദൂരം. അപ്പൊ എന്താ വരിക? അപ്പൊ വെലോസിറ്റി, അപ്പൊ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ് എത്രയാ വരിക? 500 മീറ്റർ ബൈ 10 സെക്കൻഡ് അല്ലേ? അപ്പൊ ഇതിന് പറയാ 550 മീറ്റർ സെക്കൻഡ് അല്ലേ? ഈ 5 മീറ്റർ സെക്കൻഡ് ഒരു സെക്കൻഡ് സഞ്ചരിച്ച ദൂരമാണ് ആവറേജ് ഒരു സെക്കൻഡിന്. അപ്പൊ ആവറേജ് ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരമാണ് ഈ സഞ്ചരിച്ച ദൂരം എല്ലാ സെക്കൻഡിലും തുല്യമാണെങ്കിൽ ഒരു സെക്കൻഡിൽ സഞ്ചരിച്ചിട്ടുണ്ടാവുന്ന അർത്ഥം അതിന്റെ ഓരോ സെക്കൻഡിനും തുല്യമായിട്ട് എല്ലാവർക്കും സഞ്ചരിച്ച ദൂരം ഈക്വലായിട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ, ഈക്വലായി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഈ 10 സെക്കൻഡിലേക്ക് ഈ സഞ്ചരിച്ച ദൂരം ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഈക്വലായി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സെക്കൻഡ് എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവും? 50 മീറ്റർ വെച്ച് ഒരു സെക്കൻഡിൽ സഞ്ചരിച്ചത്. ആവറേജ് ഒരു സെക്കൻഡിൽ 50 വെച്ച്. അപ്പൊ എല്ലാ സെക്കൻഡിലും 50 വെച്ചല്ലേ തുല്യമായി സഞ്ചരിക്കണ്ടേ? അപ്പൊ 10 സെക്കൻഡ് സഞ്ചരിച്ച ടോട്ടൽ ദൂരം കണ്ടുപിടിച്ച പോലെ. ഇതിനെയാണ് നമ്മൾ പറയുന്നത്, ഇതിനെ പറയുന്നതാണ് വെലോസിറ്റി ഓർ വെലോസിറ്റി എന്ന് പറയുന്നത്. വി മനസ്സിലായ? ആ വി കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഓർ വി ഈക്വൽ ടു എന്ന് എഴുതാം. എസ് അല്ലേ ഇത്? ബൈ ടി. എസ് ബൈ ടി. ഇതിനെ എ വി എന്ന് എഴുതുണ്ടാ. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു എസ് ബൈ ടി. ഇതാണ് ഇത്. മനസ്സിലായ? ഇത് വേറെ ഇതിൽ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ നോക്കാം, 10 സെക്കൻഡില് ഇപ്പൊ നോക്കുക. ആദ്യം അത് പോയത് 20 മീറ്ററിൽ ഒരു സെക്കൻഡിൽ 20 ഒരു പോയി നോക്കുക. നമുക്ക് ഇതിങ്ങനെയാണ് സഞ്ചരിച്ചിരിക്കുക. ഒരാഴ്ച 2 മിനിറ്റ് 20 മീറ്റർ പെർ സെക്കൻഡ് സഞ്ചരിച്ചു. ഇതൊക്കെ മീറ്ററിലാണ് കേട്ടോ. ഇതൊക്കെ മീറ്റർ. ആദ്യത്തെ ഇത് സെക്കൻഡ്.
ആദ്യത്തെ 2 സെക്കൻഡ് 20 മീറ്റർ സഞ്ചരിച്ചു. പിന്നത്തെ 40 മീറ്റർ 3 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചു. 3 സെക്കൻഡ് 40 മീറ്റർ സഞ്ചരിച്ചു. പിന്നത്തെ 3 സെക്കൻഡ് 60 മീറ്റർ സഞ്ചരിച്ചു. പിന്നത്തെ 2 സെക്കൻഡ് 2 സെക്കൻഡ് 80 മീറ്റർ പെർ സെക്കൻഡ് സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എത്രയാണ് സഞ്ചരിച്ചത്? 2 സെക്കൻഡ് 20 മീറ്റർ, 3 സെക്കൻഡ് 40 മീറ്റർ വെച്ച് സഞ്ചരിച്ചു, 3 സെക്കൻഡ് 60 മീറ്റർ സഞ്ചരിച്ചു, 2 സെക്കൻഡ് 80 മീറ്റർ സഞ്ചരിച്ചു. ആ വ്യത്യസ്ത ഇതിലാണ് സഞ്ചരിച്ചത് അല്ലേ? തുല്യമായിട്ടല്ല സഞ്ചരിച്ചത് അല്ലേ? അപ്പൊ നമ്മള് വേണമെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? തുല്യമായി സഞ്ചരിച്ചിരുന്നെങ്കിൽ അല്ലേ? ഒന്നുകിൽ ടോട്ടൽ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കണം. ഒന്നുകിൽ ടോട്ടൽ സഞ്ചരിച്ച ദൂരം എങ്ങനെയാണ്? ആദ്യം ഇത് 120, ഇത് 2 സെക്കൻഡ് 40 സഞ്ചരിച്ചു അല്ലേ? പിന്നത്തെ 3 സെക്കൻഡ് 40 വെച്ചാൽ 120 മീറ്റർ സഞ്ചരിച്ചു. പിന്നത്തേല് 3 സെക്കൻഡ് വെച്ച് 60 മീറ്റർ പെർ സെക്കൻഡ് 60 മീറ്റർ വെച്ച് സഞ്ചരിച്ചു. എന്നുവെച്ചാൽ 3180 മീറ്റർ സഞ്ചരിച്ചു. അങ്ങനെ നമ്മൾ കൂട്ടി നോക്കണം അത്. അപ്പൊ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കുക. ആകെ സഞ്ചരിച്ചത് 2 × 20 മീറ്റർ എത്രയാ? 2s 20 മീറ്റർ 40 മീറ്റർ. പിന്നെ 3 × 40 മീറ്റർ അപ്പോൾ 120 മീറ്റർ. പിന്നെ 3 × 60 മീറ്റർ സമം 180 മീറ്റർ. കാണാണ്ട നോക്കിയേ. 2 × 80 മീറ്റർ 120 മീറ്റർ. ആകെ കൂട്ടുമ്പോൾ 0 10 14 8 × 10 12 16. 3 × 40 120, 2 × 20 40, 3 × 60 180, 160 അത്. അപ്പോൾ 8 × 14 16 20, ബാക്കി 2 3 4 5 500 മീറ്റർ സഞ്ചരിച്ചു. അതിന് ആകെ എടുത്ത 3 2 5 3 8 10 സെക്കൻഡ് അല്ലേ? അങ്ങനെ 10 സെക്കൻഡില് 500 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ 1 സെക്കൻഡില്, അപ്പോൾ therefore 1 സെക്കൻഡില് സമം 500 മീറ്റർ ബൈ 20 അല്ല സെറ്റി 10 സെക്കൻഡ് സമം 50 മീറ്റർ സെക്കൻഡ് ആണ് 1 സെക്കൻഡ്. അതാണ് ആവറേജ്. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ അത് ഇതിന്റെ ഇടയിൽ മിഡിലെ വാല്യൂ വന്നേ, അത് ഏതിന് തുല്യാണ്? അതായത് തുല്യമായിട്ട് സഞ്ചരിച്ചിരുന്നെങ്കിൽ എല്ലാ സെക്കൻഡിലും 50 മീറ്റർ വെച്ച് സഞ്ചരിച്ചാൽ കിട്ടുന്ന ദൂരം തന്നെയാണ് അല്ലേ? എല്ലാ സെക്കൻഡിലും 50 മീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ 10 സെക്കൻഡ് 500 മീറ്റർ സഞ്ചരിക്കുക. അതന്നെയല്ലേ ഇതും. അതിന്റെ അർത്ഥം അപ്പൊ ആവറേജ് എന്ന് പറഞ്ഞാൽ തുല്യമായി സഞ്ചരിച്ചിരുന്നെങ്കിൽ 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത്? ആവറേജ് വെലോസിറ്റി. മനസ്സിലായ? അത് മിഡിലത്തെ സഞ്ചരിച്ച ദൂരം മിഡിലെ വാല്യൂവിനും തുല്യമായിരിക്കും. അത് അപ്പോൾ ഈക്വലായി സഞ്ചരിച്ച ദൂരമാണ്. അതുകൊണ്ട് ആവറേജ് വെലോസിറ്റിയെ ടൈം കൊണ്ട് ഹരിച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് കിട്ടും. മനസ്സിലായ? അപ്പോൾ ആവറേജിന്റെ കാര്യത്തിൽ ഇത്രയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യം മനസ്സിലാക്കിയാലാണ് നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കുട്ടികൾക്ക് വളരെ കൺഫ്യൂഷൻ വരുന്ന ഭാഗമാണ് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വിഷയമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം, ബൈ.